നിശ്ചയമായിട്ടും ഇതിൽ രാഷ്ട്രീയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനെ ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ കൂടി വസ്തുതാപരമായി നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതിന്റെ ടൈമിംഗ് ഒരു പ്രശ്നമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് അതിനെ ഉപയോഗിക്കാനായിട്ട് നിശ്ചയമായിട്ടും CPM ശ്രമിച്ചേക്കാം, നിശ്ചയമായിട്ടും BJP ശ്രമിച്ചേക്കാം. ഇതിനോടകം തന്നെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമൊക്കെ ഈ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുമുണ്ട്. അതൊക്കെ തന്നെ പൊളിറ്റിക്കലായിട്ടൊരു അവസരം കിട്ടുന്ന സമയത്ത് അവർ ഉപയോഗിക്കുന്നതാണ്. അതൊക്കെ രാഷ്ട്രീയം അതിന്റെ വഴിക്ക് തന്നെ നടക്കുകയും ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ പറയപ്പെട്ടിരുന്ന മാസങ്ങൾക്ക് മുൻപ് പുറത്തു വന്നിരുന്ന കാര്യങ്ങളിൽ കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേപോലെ പറഞ്ഞിരുന്ന ഡിഫൻസുകളെല്ലാം തന്നെ ഈ ഒരു വൈകുന്നേരം അത് പൂർണ്ണമായിട്ട് അസ്തമിച്ചു എന്ന് തന്നെ പറയാം. അന്ന് ആദ്യം ശ്രീ ഗോപി ഓർക്കുന്നുണ്ടാകും, രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന സമയത്ത് പറഞ്ഞത് തന്നെ ന്യായീകരിക്കേണ്ടുന്ന ബാധ്യത തന്റെ സഹപ്രവർത്തകർക്ക് ഉണ്ടാകരുത് എന്നാണ്. അതെ. ആ ദിവസം മുതൽ നിരവധി ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് എന്നോടൊപ്പം ചർച്ചകളിൽ പങ്കെടുത്തിരുന്ന ഏതാണ്ട് എല്ലാ കോൺഗ്രസ് പ്രതിനിധികളും രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ന്യായീകരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് ശേഷവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും രാഹുലിനെ ന്യായീകരിക്കുക തന്നെയായിരുന്നു ചെയ്തിരുന്നത്. ചില ചർച്ചകളിൽ ചില കോൺഗ്രസിന്റെ വക്താക്കളോട് ഞാൻ തന്നെ ചോദിച്ചു, നിങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിങ്ങളുടെ ന്യായീകരണം വേണ്ട എങ്കിലും നിങ്ങൾ എന്തിനാണ് ന്യായീകരിക്കുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന സാഹചര്യം പോലും ഉണ്ടായി. അപ്പൊ കോൺഗ്രസ് ഇതിൽ സത്യത്തിൽ എവിടെയാണ് നിൽക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ആദ്യം മുതൽ തന്നെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. ഇത് പ്രൊജക്ട് ചെയ്ത് കാണിച്ചത് തന്നെ എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടിയുടെ നടപടി എടുത്തത് തന്നെ VD സതീശന്റെ മാത്രം നേതൃത്വത്തിൽ എടുത്തിരിക്കുന്ന തീരുമാനമാണ്. അതിന് പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ അക്കൗണ്ടബിലിറ്റി മാത്രമേ ഉള്ളൂ, മറ്റുള്ള ആൾക്കാരുടെ താല്പര്യം അതിലില്ല എന്ന രീതിയിലത്തേക്ക് വരുത്തി തീർക്കുന്നതിന് വേണ്ടി കോൺഗ്രസിന്റെ തന്നെ പല ആൾക്കാരും ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ്.